താൻ തൻ്റെ എളി നിർത്ത്. എനിക്കറിയായിരുന്നത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നു. തന്നോട് പറയുമ്പോൾ എന്നെ പറഞ്ഞാൽ മതില്ല. സോറി, ചിരിച്ചു പോയതാണ്. ബാക്കി പറ. ബാക്കി എന്തുട്ടാ, അവളൊന്നല്ല എന്നെ തെറി വിളിച്ചത്. അവളുടെ അക്കൗണ്ടിൽ കയറി വരാനുണ്ടാ. അവൾക്ക് എന്തായാലും എന്നോടൊരു സെന്റിമെന്റ്സ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് ശരി, നിങ്ങൾ ഈ ഫിനാൻസാർക്ക് മനുഷ്യപ്പറ്റില്ല കേട്ടാ. എടോ 30 വയസ്സായി, വീട്ടിൽ കല്യാണം കാലിച്ചു തുടങ്ങി. അതിനവളുടെ ആ തന്തപ്പിടി സമ്മതിക്കോ? അയാളെ അമ്മയ്ക്കേണ്ട എന്താ? അയാൾ ഈ പെട്ടിക്കടയുടെ ചെയർമാൻ ആണെങ്കിലേ ഞാൻ സി ആണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. പറവൂരിൽ നിന്നുള്ള നല്ല അന്തസ് തറവാടിനെ മോൾക്ക് കിട്ടിച്ചു കൊടുത്താൽ എന്തി പൊളിക്കൂ. വരുത്തന്മാരാണ്, കാശേ ഉള്ളൂ, സ്റ്റാൻഡേർഡില്ല. നീ അവളുടെ മനസ്സിൽ വേറെ വല്ലവരും ഉണ്ടാ? എന്താ എനിക്കറിയില്ല, ഞാൻ ചോദിച്ചാണ്. പേടിപ്പിക്കല്ലേ. ഓരോ ദിവസം നല്ലത് മാത്രം സംഭവിക്കുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഫിനാൻസുകാർ ജീവിച്ചു പോകണം. എന്നാൽ ഞങ്ങൾ IT-കാരങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ഗുഡ്. അതാണ് ഞങ്ങളുടെ ഫിലോസഫി. ഡോ, അവൾക്ക് വേറെ ലൈൻ ഉണ്ടെങ്കിൽ തനിക്കൊന്ന് കരുതിയിരിക്കാമല്ലോ. ഇപ്പോൾ അവളുടെ അക്കൗണ്ടിൽ തന്നെ ആരോ തെറി വിളിച്ചു. അതിൻ്റെ അർത്ഥം അവളുടെ പാസ്വേഡ് അറിയണ ആരോ ഉണ്ടെന്നല്ലേ? അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിക്കൂടെ? അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. എന്നതാ നോക്കിക്കോ, ഇനി അവൻ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരിക്കും. എന്താ നെറ്റില്ലേ? അല്ല, അത് ഗെയിം കളിക്കാൻ വേണ്ടി ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുന്ന. ഇരിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, കളിച്ചോ, ഞാനിവിടെ ഇരുന്നോളാം. എന്നെ മനസ്സിലായോ? നമ്മളൊരു ക്ലാസ്സിലാണ് പഠിക്കണേ. ആ, എനിക്കറിയാം, ശില്പല്ലേ? വിഷ്ണു ഫ്രഷേഴ്സ് ഡേക്ക് മാർഗം കളി കളിക്കണ്ടല്ലേ? മാർഗം കളിയാ? ഇല്ല, ഇതാര് പറഞ്ഞത്? ജസ്വിൻ പറഞ്ഞല്ലോ. ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല, ഞാനന്ന് വരുമൊന്നുമില്ല അതിന്. അയ്യോ, അത് ചിലപ്പോൾ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, സീനിയേഴ്സ് അറിഞ്ഞാ. എന്താ? അല്ല, എന്നോട് ബ്രേക്ക് ഡാൻസ് കളിക്കണ പറഞ്ഞേക്കണേ. ഞാൻ എന്തായാലും കളിക്കുന്നുണ്ട്. വിഷ്ണു എന്തായാലും ഒരു മാർഗം കളി കണ്ട് പഠിച്ചോ. ചിലപ്പോൾ സീനിയേഴ്സ് അറിഞ്ഞാൽ പ്രശ്നമാവും. അയ്യോ, എനിക്ക് സ്റ്റേജിലൊന്നും കയറി അങ്ങനെ. അത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അഞ്ച് വില കുന്തമച്ചോണ്ടിരിക്കണായിരിക്കും. എന്ന് കാണുന്ന അറിയില്ല. ഇത് ആന്തര എല്ലാം കൂടി വലിച്ചു ഞാൻ കളയും. രണ്ടാവളെ ഇരിക്കും. ചേട്ടാ, ഈ റോയൽ പെരിയാടിന്റെ ഹെഡ് ഓഫീസ് ബൈപ്പാസിന്റെ അടുത്തുള്ളതാണോ? അത് തന്നെയാണെന്നാ തോന്നണേ. ശില്പ ആരാ? ക്ലാസ്മേറ്റ് ആണ്. റൈറ്റ് സൈഡിൽ കാണുന്ന ക്യാബിൻ. അവിടെയോ? താങ്ക്സ്. നീ ഇതിന് വിഷ്ണു ഇപ്പം ഇങ്ങോട്ട് വന്നത്? എനിക്ക് നീയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പിന്നെ എന്താ എനിക്കൊരു മാർഗമുള്ളത്? എന്നെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കല്ലേ. ചെയ്തത് തെറ്റായിപ്പോയെന്ന് എനിക്കറിയാം. നേരിട്ട് കണ്ടൊരു സോറി പറയാൻ വേണ്ടി വന്നതാണ്. സോറി പറഞ്ഞുകൊണ്ടൊന്നും നീ ഉണ്ടാക്കി വെച്ച ഡാമേജ് മാറില്ല വിഷ്ണു. എന്നെ ട്രസ്റ്റ് ചെയ്യാത്ത, എൻ്റെ പ്രൈവസി കയറി ഇടപെടുന്ന ഒരാളെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ബ്രേക്കപ്പ് ആണോ? ഓ, നിനക്കെന്നെ കല്യാണം കഴിച്ചാൽ മതിയല്ലോ അല്ലേ? അതാകുമ്പോൾ എക്സാം എഴുതണ്ട, ജോലിക്കും പോകണ്ട, സുഖമാവല്ലോ നിനക്ക്. ശില്പ, നീ ഒരുമാതിരി മറ്റോടത്ത് വർത്താനം പറയരുത്. നിന്നെ അപ്പം എൻ്റെ കാശ് കണ്ടിട്ടാണോ ഞാൻ നിന്നെ സ്നേഹിച്ചത്? വിഷ്ണു, നീ ഇപ്പോൾ പോയേ, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കൊക്കെ വട്ടായിട്ടിരിക്കും. എന്താ പ്രശ്നം? ഒന്നുമില്ല പച്ച, ഇതെൻ്റെ ക്ലാസ്മേറ്റാണ് വിഷ്ണു. അത് ഞാൻ പുറത്തുനിന്ന് കേട്ടായിരുന്നു. അത് പോട്ടെ, പാസ്റ്റൊന്നും എനിക്കറിയണ്ട. ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എൻ്റെ പച്ച,
ഇതൊന്നും കേട്ടാൽ മനസ്സിലാകാത്ത ആൾ അപ്പച്ചെന്ന് മൂക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. എന്നാ മോള് വീട്ടിലേക്ക് ഇല്ലേ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. പൊക്കോ. ഇരിക്കെ. വിഷ്ണു അല്ലേ? ആ, എന്നെ മനസ്സിലായോ? ശില്പയുടെ അപ്പച്ചനല്ലേ? ആ, അതാ വിഷ്ണുവിൻ്റെ പ്രശ്നം. വിഷ്ണുവിനെ അങ്ങനെ മാത്രമേ എന്നെ അറിയുള്ളൂ. എവിടാ വീട്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ എവിടെ? മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ, ഹൗസിംഗ് കോളനിയിൽ. ഇപ്പം എന്ത് ചെയ്യുന്നു? അച്ഛന് വർക്ക്ഷോപ്പ് ഉണ്ട്. എന്നാ പറ, എന്താ വിഷ്ണുവിൻ്റെ പ്രശ്നം? എനിക്ക് ശില്പേനെ ഇഷ്ടമാണ്. നല്ല ധൈര്യശാലിയാണല്ലോ. വിഷ്ണുവിൻ്റെ പ്രായത്തിലേ എനിക്കിങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. 10 കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. വെറുതെ വെയിലും കൊണ്ട് കാശും പിരിച്ച് നടന്ന സമയത്ത് കാശുള്ള വീട്ടിലൊരു പെങ്കുച്ചിനെ പ്രേമിച്ചാൽ കെട്ടിയാൽ മതിയായിരുന്നല്ലോ. അല്ല, വിഷ്ണുവിന് ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് മുമ്പ് അവളോടെങ്കിലും ഒന്ന് അന്വേഷിക്കാമായിരുന്നു ഞാൻ ആരായിരുന്നു. എന്നാ കേട്ടോ, നിന്നെ കെട്ടിയില്ലെങ്കിലേ അവൾ കെട്ടി തൂങ്ങി ചാവൂന്ന് പറഞ്ഞാലും ഞാനങ്ങ് ചാവട്ടെ എന്ന് വെക്കും. അപ്പോഴാണ് അവൾ പറയുന്നത് നീയായിട്ടൊരു ബന്ധവുമില്ലെന്ന്. അല്ല, അത് അവൾ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞ. അവൾക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണ്. സാറിൻ്റെ ഈ കാശൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ സാറിൻ്റെ സമ്മതം ഇല്ലെങ്കിലും അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ തന്നെ. ഇപ്പം നിനക്ക് കാര്യങ്ങൾ പിടിയിട്ടില്ലേ? ഇനി മേല ഇത് പറഞ്ഞ് ഈ കമ്പനിയുടെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ടാലുണ്ടല്ലോ, ഇറങ്ങിപ്പോടാം. ചില കമ്പനികളുടെ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കമ്പനികളുടെ AMC കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നീ എന്നാ അങ്ങനെ എന്തെങ്കിലും ചെയ്യടാ. കിട്ടണ്ടാ അനീഷേട്ടാ, ആ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ വെക്കോ? എന്താണ്? നിക്കോന്ന് പറ. എടാ നീ കാര്യം പറ. എനിക്കേ ശില്പയുടെ പന തല്ലണം. ബെസ്റ്റ്. എന്തിന്? ഞാൻ അവളോട് സോറി പറയാൻ വേണ്ടി ഓഫീസിൽ ചെന്നതാണ്. അയാൾ എന്നെ പിടിച്ച് തല്ലി. തല്ല് തല്ലീന്നാ? നിനക്കൊരു പ്രാന്തുണ്ട് വിഷ്ണു. എനിക്കൊന്നും കേക്കണ്ട, എനിക്ക് അയാളെ തിരിച്ചല്ലണം. അനീഷേട്ടൻ എൻ്റെ കൂടെ വെക്കണം. നീ ആവശ്യമില്ലാത്ത പണിക്ക് പോലെ കേട്ടോ, അവരൊക്കെ വലിയ ബിസിനസ്സുകാരാണ്. എടാ വെള്ളം കുടിച്ച് കുടിക്ക്. അതെ എടാ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. നമ്മളെ കൊണ്ട് തിരിച്ചെല്ലും നടക്കില്ല. അവക്ക് നിന്നെ വേണ്ടല്ലോ. നീ അവളെ മറന്നേക്ക്, അത് നല്ലത്. അവളെ ഞാൻ മറക്ക, പക്ഷെ ഇതുണ്ടല്ല. അവളപ്പം ചാവില്ലാട്ടാ. ഓക്കെ, ബ്രാഞ്ചിൽ നിന്ന് കോള്. ആ ചേച്ചി, ശരി. ഇവിടെ അവിടുത്തെ പ്രിൻ്ററിൻ്റെ എന്തോ കംപ്ലൈൻറ്റ്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഡാ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ പോയിട്ട് വരാം. ഞാൻ ഇവിടെ ഇരിക്കട്ടാ. അനീഷേട്ടാ, ഞാനും ഉണ്ട്. എന്താടാ? എടുക്ക്. വണ്ടി എടുക്ക്. എന്താന്ന്? എടുക്ക്. എന്ത് ചേച്ചി? അനുഷ എഴുതിയില്ല. അവിടെ
ചേട്ടാ എനിക്ക് ഇവിടുത്തെ സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യണം. എന്തിന്? ചെക്ക് ചെയ്യണം. എടാ നീ ആവശ്യം നോക്കിയേ. ആ ചേച്ചി ഞാൻ സിസ്റ്റം നോക്കിക്കോളേട്ടാ. ആ ചേച്ചി ഓക്കെ ഉണ്ട്. എന്താ ചെയ്തേ? ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ സെർവറിൻ്റെ പബ്ലിക് ഐ പി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ സെക്യൂരിറ്റി ഉള്ളതൊന്നുമല്ല. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒരു പണി കൊടുക്കടാ റോയൽ പീരിയഡിന്. ബൈനറി കിങ്ങാ. ആ അതെൻ്റെ VPN പ്രൊഫൈൽ നെയിമാണ്. നിനക്ക് കുറച്ചുകൂടി നല്ല പേരിട്ടൂടെ? ആ എന്നാൽ പിന്നെ ഞാൻ ഉദയൻ ചേട്ടൻ്റെ ഓട്ടോൻ്റെ പേരിടാം. എന്ത്? നീ ഇതിലേക്ക് എങ്ങനെ കയറാൻ പോണേ? ഇത് കണ്ട, ഇത് അവരുടെ RTP പോർട്ടാണ്. അത് ഓപ്പണാണ്. അതുവഴി ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കട്ടെ. അതിന് നിനക്ക് പാസ്വേഡ് അറിയോ? അതിനാണ് ഏട്ടാ അറ്റാക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 കോടി പാസ്വേഡുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ട്. അതിൽ നിന്ന് ഓരോന്നും മാച്ച് ചെയ്ത് നോക്കണം. അതിലേതെങ്കിലും ഒന്നാണെങ്കിൽ കിട്ടും. അതല്ലെങ്കിൽ തന്നെ വേറെ വഴികളുണ്ട്. അതുവരപ്പം നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യാം. അനുഷേ ഇത് കഴിക്കും. ഇതെന്താ പരിപാടി? ഞങ്ങളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. ശരി ശരി ശരി. ആ അത് കിട്ടിയിട്ടാ. പാസ്വേഡ് കിട്ടിയാ? ആ ഇതാണ് പാസ്വേഡ്. ഇതാണ് അവന്മാരുടെ സെർവർ. നീ എന്താ ചെയ്യാൻ പോണേ? മാഡം എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ റോസ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പറയാൻ പറ്റില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹലോ സാറേ, എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ ഒന്നും വർക്ക് ചെയ്യണില്ല സാറേ. എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ റോസ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ചേട്ടാ പോയിട്ട് നാളെ വാ. നാളെ റെഡിയാവും. നീ സോഫ്റ്റ്വെയർ വിളിച്ച് വേഗം പറയാൻ നോക്ക്. ബ്രാഞ്ചിലുള്ളവർക്ക് ഞാനത് വിളിക്കാൻ പോകില്ല, അവള് വിളിക്കട്ടെ. ശില്പ, അവള് കുറച്ച് പണി എടുക്കട്ടെ. ഹലോ ജിൽസേ. ഹലോ മാഡം, എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ റോസ്റ്ററാണ് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന് നീ എന്തിനാ ഇത്ര ചൂടാവണേ? മാഡം എന്റെ അവസ്ഥ ഏതാണ്, അതുകൊണ്ട് പറഞ്ഞു. മര്യാദയ്ക്ക് സംസാരിക്കടാ. ഹലോ, അപ്പച്ചന് അർജന്റായിട്ട് ഓഫീസ് വരെ വരണം. എന്താടി ഞാൻ പള്ളി
ഡൽഹിയിലാ. നമ്മുടെ സോഫ്റ്റ്വെയറിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പച്ച. ബ്രാഞ്ചിലൊന്നും വർക്ക് ചെയ്യില്ല. സോഫ്റ്റ്വെയർ കിട്ടാത്ത ഞാൻ വന്നിട്ട് എന്താ കാര്യം? നീ ആ സോഫ്റ്റ്വെയറിന്റെ ആൾക്കാരെ വിളിക്കുക. ജിൽസില്ലേ അവിടെ, അവനോട് പറഞ്ഞാൽ മതി. അപ്പച്ച അവരെ ഞാൻ വിളിച്ചു. അവര് പറയണ അവരുടെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നമാണ്. അതെങ്ങനെ നമ്മുടെ പ്രശ്നമാവണേ? അപ്പച്ചനൊന്നും ഇങ്ങോട്ട് വരുമോ? ആ പ്രവീൺ സാർ ഇപ്പൊ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ വരാം. സാറേ നമ്മൾ സോഫ്റ്റ്വെയറുകാരെ വിളിച്ച് തെറി വിളിച്ചിട്ടൊരു കാര്യമില്ല. ഇത് അവരുടെ കുഴപ്പമല്ല. പിന്നെ ആരുടെ കുഴപ്പം? എൻ്റെയാ? ജിൽസി ഇവിടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ആൾ കൂടിയ പാമ്പി ആയിയാലെന്ന് പറയുന്ന പോലെയാണ്. സാർ സംഭവം ഹാക്കിംഗ് ആണ്. ഹാക്കിങ്ങോ എന്ന് പറഞ്ഞാൽ? സാർ ഈ ഹാക്കിംഗ് എന്ന് വെച്ചാൽ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ കമ്പ്യൂട്ടറിൽ കയറി വിവരങ്ങളൊക്കെ മോഷ്ടിക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ IT സെക്യൂരിറ്റിയിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. IT സെക്യൂരിറ്റിയുടെ പ്രപ്പോസൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറ. സാർ നമ്മുടെ സോഫ്റ്റ്വെയർ സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടെ ഇരിക്കുന്ന സെർവർ എന്ന് വിളിക്കുന്ന ഒരു കമ്പ്യൂട്ടറിലാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഇത്രയും മോശം സെർവർ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലെ കമ്പ്യൂട്ടറുകളും ഈ സെർവറിലേക്ക് ഇൻ്റർനെറ്റ് വഴി കണക്റ്റഡ് ആണ്. കറക്റ്റ് യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിലേ ഇതിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. ഇപ്പം സംഭവിച്ചത് പുറത്തു നിന്നാരോ ഈ സെക്യൂരിറ്റി മറികടന്ന് നമ്മുടെ സെർവറിലേക്ക് കയറി. അവർ സെർവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള നമ്മുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസും കണക്കുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബ്രാഞ്ചിലെ സ്റ്റാഫ് നോക്കുമ്പോൾ സോഫ്റ്റ്വെയറിലൊന്നുമില്ല. അവർ പെട്ടില്ലേ? അവർ നമ്മളെ വിളിച്ചു, നമ്മൾ പെട്ടു. ഇന്ന് നടക്കില്ലല്ലോ ഏട്ടാ. നാളെ രാവിലെ വരാൻ പറ്റുമോ? അതെ, ഈ മാലൊന്ന് പണയം വയ്ക്കാൻ പറ്റുമോ? ഇന്ന് കോൾ എടുക്കാൻ പറ്റൂലല്ലോ ഏട്ടാ. എന്തു പറ്റി? സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആണ്. ശരിയാക്കിയിട്ടേ ബ്രാഞ്ച് വർക്ക് ചെയ്യുള്ളൂ. എപ്പോൾ ശരിയാവും? അതറിയില്ല. അത് ഹെഡ് ഓഫീസിലെ കംപ്ലൈന്റ് അന്വേഷിച്ചേ. അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളേക്ക് ശരിയാവും. നാളെ വാ. ഓക്കെ, നാളെ വരാം. ശരി മോനെ, ഒരു മിനിറ്റ്. എനിക്കെല്ലാം കൂടെ കേട്ടിട്ട് തലവേർക്കുന്നുണ്ട്. എനിക്കിങ്ങോട്ട് കിട്ടിയില്ല. നിനക്കെന്തെങ്കിലും മനസ്സിലായി? ഭാഗ്യം, കോളേജ് വിട്ട കാശ് പോയില്ല. ഇതാരാന്ന് അറിയാൻ പറ്റുമോ? അത് ഞാൻ നോക്കി. ജപ്പാനിന്ന് ആരാണ്? ജപ്പാനിൽ? എടി, നമ്മുടെ യോനാന്റെ മോളുടെ ഭർത്താവ് ജപ്പാനിലല്ലേ? അയാൾ മലേഷ്യയിലല്ലേ അപ്പച്ച. അയാൾ എന്തിനാണ് നമ്മുടെ അമ്മനെ ഹാക്ക് ചെയ്യണത്? അസൂയ ഉണ്ടാവൂല. സാർ ജപ്പാനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഈ VPN ഒക്കെ വെച്ച് IP മാസ്ക് ചെയ്യാനും ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ചിലപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും. അവനാണെങ്കിൽ ലോകം മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ട്രാക്ക് ചെയ്യാനും പറ്റുന്നില്ല. സർ, ഇത് ചെയ്തത് ഒരാളായിരിക്കോ? ഒരാളോ ഒരു ഗ്രൂപ്പോ ആരും വേണമെങ്കിലും ആവാം. എന്താടി? ഇല്ല അപ്പച്ച, ഒന്നുമില്ല. ജിൽസെ, നമ്മുടെ ബാക്കപ്പ് ഇല്ലേ? ബാക്കപ്പ് ഇല്ലേ? അല്ല, എല്ലാ ദിവസവും ഉണ്ടാവില്ല. ഓട്ടോ ബാക്കപ്പ് വർക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ മാസം വരെയുള്ളുണ്ട്, ഈ മാസം ഉണ്ടാവില്ല. ജിൽസെ, ബാക്കപ്പിൽ ശ്രദ്ധിക്കണ്ടേ? ഇതെന്താ പുതിയ പ്രശ്നം? ഈ കഴിഞ്ഞ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ പറ. എത്ര പെട്ടെന്ന് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം? സൊല്യൂഷൻ ബാക്കപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് സൊല്യൂഷൻ ഒന്നുമില്ല. കഴിഞ്ഞ മാസം വരെയുള്ള ബാക്കപ്പ് അപ്ലോഡ് ചെയ്ത് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാം. പിന്നെ ഈ മാസം ഡേറ്റ സോഫ്റ്റ്വെയർ മിസ്സിംഗ് ആണെന്നല്ലേ ഉള്ളൂ. അതിപ്പോൾ ഹാർഡ് കോപ്പിയുടെ ഡീറ്റെയിൽസ് വെച്ച് ഒരാളെ എൻട്രിക്കാം. കയ്യിലില്ലാത്ത ഡേറ്റയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ അങ്ങോട്ട് കിട്ടാണ് ചോദിച്ചു വന്നാൽ കൊടുക്കേണ്ടി വരും. പിന്നെ ഇങ്ങോട്ട് കിട്ടാണ് തന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല, മറക്കേണ്ടി വരും. സാറേ, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ IT സെക്യൂരിറ്റി സ്ട്രോങ് ആക്കണം. അതിന് കുറച്ച് പൈസ ചെലവ് വരും. അതിനിപ്പോൾ ഞാനല്ല ബഡ്ജറ്റ്. എന്ത് വേണേലും ചെയ്യും. പക്ഷെ ഇനി മേല അവിടെ ഇങ്ങനെ ഉണ്ടാവരുത്. പറയാം. അതെ, സെക്യൂരിറ്റിക്കുള്ള ഫണ്ടിന്റെ കുടുംബസ്വത്ത് നിന്നല്ല വകയിരുത്തിക്കണേ. ഈ കമ്പനി ഇത്ര കാലം നിന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തന്റെ തോളത്ത് നിന്നു. സമാധാനല്ലേ? എൻജോയ്. എടാ, നീ ബ്രാഞ്ച് പൂട്ടിച്ചാ? പൂട്ടൊന്നുമില്ല. അവരിൽ ബാക്കപ്പ് ഉണ്ടാവും. അതൊക്കെ വെച്ച് അവർ സെറ്റാവട്ടെ, എന്നിട്ട് അടുത്ത പണി. വാ. അല്ല ജിൽസേ, ഈ ഹാക്കറെ കണ്ട എങ്ങനെ ഇരിക്കുക? ഹാക്കർമാരെ പല വിധമുണ്ടെങ്കിലും പെട്ടെന്നൊരു ഹാക്കർ നമ്മുടെ മുന്നിൽ നിന്ന് പെട്ടാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ തൊപ്പിയുള്ള ടീഷർട്ടില്ലേ, ഹുഡി, അതാണ് ഇവന്മാർ സെറിയുന്നത്. പിന്നെ ബാക്കിലൊരു ബാക്ക് പാക്ക്, അത് സ്ഥിരം ഉണ്ടോ? ശരി. പിന്നെ വിശക്കുമ്പോൾ കഴിക്കാൻ വല്ല ബർഗറോ സാൻഡ്വിച്ചോ കുടിക്കാൻ വല്ല കോളയോ ബീറോ ഇതൊക്കെ ഇവന്മാരുടെ ബാഗിൽ സ്ഥിരം ഉണ്ടോ? ദേഹം നിറയെ ടാറ്റൂസ്, സഞ്ചരിക്കുന്നത് ഹൈ എൻഡ് ബൈക്കുകൾ, കാണുന്നത് ഇംഗ്ലീഷ് സിനിമ. ഇവന്മാരെ കണ്ടാ ഏകദേശം എന്താ ഇതുപോലെ ഇരിക്കും. കണ്ടോ? ചെയർമാൻ മേടിച്ചു പോയി, പക്ഷെ ഞാൻ സമ്മാനിപ്പിച്ചിട്ടുണ്ട്.